بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ പാലിക്കേണ്ടുന്ന ഇസ്ലാമികമായ മര്യാദകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ അശുദ്ധിയിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ അറബി ഭാഷയിൽ ജനാബത്ത് എന്ന് പറയുന്ന വലിയ അശുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതിൽ നിന്നുള്ള ശുദ്ധിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ ഇൻ കുൻതും ജുനുബൻ ഫതഹറു. നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ നിങ്ങൾ ശുദ്ധിയാകുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഇസ്ലാമികമായ വീക്ഷണത്തിൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മുസ്ലിം കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കൽ അനിവാര്യമാണ്. ലൈംഗിക വീഴ്ചയിലൂടെ കുളി നിർബന്ധമാകും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കുളി നിർബന്ധമാകുന്ന ഒരു കാരണം അതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ നിയമങ്ങളുടെ സമാഹാരമാണല്ലോ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് ലജ്ജിക്കേണ്ടതില്ല എന്നും ഇസ്ലാമികമായ വശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധത്തോടുകൂടെയാണ് ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള അവരുടെ ആ ലൈംഗികമായ വീഴ്ച അത് നടന്നു കഴിഞ്ഞാൽ ഫഖദ് വജബൽ ഗുസ്ലു, കുളി നിർബന്ധമായി എന്ന്. ലൈംഗികമായ ആ ബന്ധം നടക്കുന്നതോടുകൂടി തന്നെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ജനാബത്തുകാരനും ജനാബത്തുകാരിയുമായി പുരുഷനും സ്ത്രീയും. അതുകൊണ്ട് തന്നെ ഉദൂ നിർബന്ധമാകുന്ന ഒരവസ്ഥക്ക് അഥവാ ഉദൂ ഇല്ലാത്ത അവസ്ഥക്ക് നമ്മൾ ചെറിയ അശുദ്ധി എന്നാണ് സാധാരണ പറയുന്നതെങ്കിൽ കുളിക്കൽ നിർബന്ധമായ അവസ്ഥക്കാണ് നമ്മൾ വലിയ അശുദ്ധി എന്ന് പറയാറുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളി നിർബന്ധമായ ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ലൈംഗികമായ വീഴ്ചയിലൂടെ ഭാര്യ ഭർത്താക്കൾ അവർ ഇണചേരുന്ന ആ ഘട്ടത്തിൽ അവർക്ക് കുളി നിർബന്ധമായി കഴിഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, സ്വഹീഹായ നിലക്ക് തന്നെ വന്നിട്ടുണ്ട്, ആ ബന്ധം മുഖേന പുരുഷനോ സ്ത്രീക്കോ ഇനി സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും ശരി, അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മുഹാജിറുകളായ സഹാബിമാർക്കിടയിലും അൻസാറുകളായ സഹാബിമാർക്കിടയിലും ഒരു സംഘം മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർക്കിടയിൽ ഒരു വീക്ഷണ വ്യത്യാസം ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ അൻസാരികളായ സഹാബത്ത് ചിലർ പറഞ്ഞു, ലാ യജിബുൽ ഗുസ്ലു ഇല്ലാ മിനദ് ദഫ്ഖി ഔ മിനൽ മാഇ, ശുക്ലസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാതെ കേവല ലൈംഗിക വീഴ്ച കൊണ്ട് മാത്രം കുളി നിർബന്ധമാവുന്നതല്ല എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ സഹാബിമാരിൽ മുഹാജിറുകളായ ചില ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, അല്ല, കുളി നിർബന്ധമാകണമെങ്കിൽ ലൈംഗിക വീഴ്ച നടന്നാൽ തന്നെ മതി, സ്ഖലനം സംഭവിച്ചു കൊള്ളണം എന്നില്ല. ഇങ്ങനെ ഒരു തർക്കം അവർക്കിടയിൽ, കുറച്ച് സഹാബിമാർക്കിടയിൽ ഇത് സംബന്ധമായ ഒരു തർക്കമുണ്ടായി. ഇതൊക്കെ സ്വാഭാവികമായും ഈ കാലഘട്ടത്തിലും ഇന്നും ആളുകൾ ചോദിക്കാൻ മടിക്കുന്ന, പലരും വളരെ അറച്ച് വളരെ പ്രയാസത്തോടുകൂടെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന മസ്അലകളുടെ ഉത്തരങ്ങളാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഈ വീക്ഷണ വ്യത്യാസമുണ്ടായപ്പോൾ മഹാനായ സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അവരോട് പറഞ്ഞു, ഫഅന അശ്ഫീകും മിൻ ദാലിക്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് ശമിപ്പിച്ചു തരാം, ഈ വിഷയത്തിലെ നിങ്ങളുടെ തർക്കത്തിന് ഞാൻ പരിഹാരമുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അവർ പോവുകയാണ്. ഉമ്മയോട് സമ്മതം ചോദിച്ചു. അവരെ കാണാൻ, അവരുടെ ഈ വിഷയം അവരോട് ചോദിക്കാൻ വേണ്ടി ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സമ്മതമാരാഞ്ഞു. എനിക്ക് സമ്മതം നൽകപ്പെട്ടു. ആ അവസരത്തിൽ ഫഖുൽതു ലഹാ, ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, അവരെ വിളിക്കേണ്, യാ ഉമ്മ, ഓ ഉമ്മ. വിശ്വാസികളുടെ ഉമ്മമാരാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്നാണല്ലോ അവരറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു പോയി വിളിക്കുകയാണ്, യാ ഉമ്മ, ഉമ്മ, ഔ യാ ഉമ്മുൽ മുഅ്മിനീൻ, അല്ലെങ്കിൽ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവേ, ഇന്നി ഉരീദു അൻ അസ്അലകി അൻ ശൈഇൻ, നിങ്ങളോട് ഒരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ വൈന്നി അസ്തഹീകി, പക്ഷേ നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് അല്പം ലജ്ജയുമുണ്ട്. ഫഖാലത്ത്, മഹദി പറഞ്ഞു, ലാ തസ്തഹീ അൻ തസ്അലനി അമ്മാ കുൻത സായിലൻ അൻഹു ഉമ്മകല്ലതി വലദത്ക, നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയോട് ചോദിക്കുന്നത് പോലെ നീ എന്നോട് ചോദിച്ചോളൂ, ലജ്ജിക്കേണ്ടതില്ല. നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയോട് ചോദിക്കാൻ നിനക്ക് ലജ്ജയില്ലാത്തതുപോലെ ഒരു ഉമ്മയായി കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചോളൂ. ഫഇന്നമാ അന ഉമ്മുക, ഞാൻ നിന്റെ ഉമ്മയാണ്, ചോദിച്ചോളൂ. അങ്ങനെ അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു മസല ചോദിക്കുകയാണ് ഉമ്മയോട്. ഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, ഫമാ യൂജിബുൽ ഗുസ്ൽ, ഒരാൾക്ക് കുളി നിർബന്ധമാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് കുളി നിർബന്ധമാകുന്നത്? വീഴ്ച കൊണ്ട് മാത്രം കുളി നിർബന്ധമാകുമോ, അതോ സ്ഖലനം സംഭവിക്കേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതിനെ സംബന്ധിച്ച് അറിവുള്ളയാളോട് തന്നെയാണ് നീ ചോദിക്കാൻ വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വിഷയത്തിലുള്ള കൃത്യമായ തീരുമാനം മഹദി അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ ജലസ ബൈന ശഅബിഹൽ അർബഅ വമസ്സൽ ഖിതാനുൽ ഖിതാൻ ഫഖദ് വജബൽ ഗുസ്ൽ, ഒരു പുരുഷൻ തന്റെ ഇണയുമായി ആ നിലക്കുള്ള ലൈംഗികമായ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ കുളി നിർബന്ധമായി, സ്ഖലനം സംഭവിച്ചോളണം എന്നില്ല. വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അവന് കുളി നിർബന്ധമായി കഴിഞ്ഞു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ
അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഇന്ന റജുലൻ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു അനുഭവം പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരാൾ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അനി റജുൽ, ഒരാളെ കുറിച്ച്, യുജാമിഉ അഹ്ലഹു, അയാൾ തന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നാൽ അത് പൂർത്തിയാവാതെ അയാളുടെ വികാരം തണുത്തുറഞ്ഞുപോയി, അഥവാ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയില്ല, ആ വീഴ്ചയുടെ പൂർണ്ണമായ നിലക്ക് സംഭവിച്ചു കഴിഞ്ഞില്ല, അഥവാ സ്ഖലനം സംഭവിച്ചില്ല എങ്കിൽ ഹൽ അലൈഹിമുൽ ഗുസ്ൽ, അവർക്ക് കുളി നിർബന്ധമാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് ഒരു സഹാബി ചോദ്യമാണ്. അത് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരിപ്പുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലാ അഫ്അലു ദാലിക അനാ വഹാദിഹി സുമ്മ നഗ്തസിൽ, റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയലേശമന്യേ കൃത്യമായി ആ മസല പഠിപ്പിച്ചു കൊടുത്തു. എന്തിനാ സംശയിക്കുന്നത്? കുളി നിർബന്ധമാണ്, കുളി നിർബന്ധമാണ്. ഇതേ ഇരിക്കുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ചൂണ്ടിയിട്ട് പറയാണ്, ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയുണ്ടല്ലോ, സുമ്മ നഗ്തസിൽ, എന്നിട്ട് ഞങ്ങൾ കുളിച്ചിട്ടുമുണ്ട്, കുളിക്കാറുമുണ്ട്. അതിന്റെ വിധിയാണ് ആ പറഞ്ഞത്. അപ്പൊ ഇസ്ലാമികമായി ആ നിലക്ക് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ കുളി നിർബന്ധമാകും, സ്ഖലനം സംഭവിച്ചോളണം എന്നില്ല. വളരെ കൃത്യമായി ഇസ്ലാം പറഞ്ഞു. അപ്പൊ കുളി നിർബന്ധമാകുന്ന ഒരു ഭാഗം അഥവാ ഒരു വിഷയം അതാണ്, ലൈംഗിക വീഴ്ച മുഖേന തന്നെ കുളിക്കൽ നിർബന്ധമാകും, അഥവാ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ജുനുബ്, ജനാബത്തുകാരനാവുക എന്ന അവസ്ഥ വരും. അത് കുളിച്ച് ശുദ്ധിയാവുക തന്നെ വേണം. ഇനി അതല്ലാതെ തന്നെയും കേവലം സ്ഖലനം സംഭവിക്കുന്നതിലൂടെ തന്നെ, ശുക്ലസ്ഖലനം സംഭവിക്കുന്നതിലൂടെ തന്നെ ജനാബത്തുകാരനായി മാറും. അത് സ്വപ്നത്തിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും, സ്വപ്നത്തിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും സമമാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അതിന് ഒരേ നിയമം തന്നെയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ജാഅതു ഉമ്മു സുലൈം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ഫഖാലത്ത് ലഹു, എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്. അന്നേരം ആയിഷ ഇൻദഹു, ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ അരികിൽ ഇരിപ്പുണ്ട്. ഉമ്മു സുലൈം ബിവി വന്നുകൊണ്ട് എന്താ ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ മർഅതു തറാ മാ യറ റജുൽ ഫിൽ മനാം ഫതറാ മിൻ നഫ്സിഹാ മാ യറ റജുൽ മിൻ നഫ്സിഹി ഫഖാലത്ത് ആയിഷ യാ ഉമ്മു സുലൈം ഫളഹത്തി നിസാ തരിബത് യമീനക്. എന്താ അവിടെ വിഷയം? ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിൽ നിന്നുകൊണ്ടാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു മസല ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു സ്ത്രീ പുരുഷന്മാർ കാണും പോലെ സ്വപ്നത്തിൽ ചിലത് കാണുകയാണ്. അങ്ങനെ അവൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ വസ്ത്രത്തിൽ ആ നിലക്ക് പുരുഷന്മാർ കാണും പോലെ അങ്ങനെ നനവ് കാണുകയാണ്. എന്താണ് വേണ്ടത്? കുളിക്കേണ്ടതുണ്ടോ? സ്ത്രീകൾക്കും ഇതേ വിധി തന്നെയാണോ ഈ വിഷയത്തിൽ എന്നതാണ് മഹദിയുടെ ചോദ്യം. ഫഖാലത്ത് ആയിഷ, ഇത് കേട്ടതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, യാ ഉമ്മു സുലൈം, ഉമ്മു സുലൈം ഫളഹത്തിൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളാകെ വഷളാക്കിയല്ലോ, ഇതൊന്നും ഇപ്പൊ അങ്ങനെ ഉണ്ടാവുമോ? എന്താ നിങ്ങൾ ചോദിക്കുന്നത് എന്നൊരു പ്രയോഗം ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ബൽ അൻതി ഫതരിബത് യമീനികി, നീയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവര് ചോദിച്ചതിൽ കുഴപ്പമൊന്നുമില്ല, അവര് ചോദിക്കേണ്ട തന്നെയാണ്. നഅം, അത് ശരിയാണ്. ഫൽ തഗ്തസിൽ യാ ഉമ്മു സുലൈം ഇദാ റഅത് ദാകി, അതെ, പുരുഷന്മാർക്കുണ്ടാകുന്നത് പോലെ ആ നിരക്കുള്ള സ്വപ്നത്തിലുള്ള അനുഭവങ്ങൾ, സ്ഖലനം നിങ്ങൾക്കും സംഭവിച്ചു കഴിഞ്ഞ് പ്രഭാതത്തിൽ നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങൾ നനവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും കുളിക്കണം, നിങ്ങൾക്കും അത് ബാധകമാണ്. ഒരേ നിയമം തന്നെയാണ്. ഈ വിഷയത്തിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, സംശയത്തിലായി കഴിഞ്ഞാൽ അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ എന്തു ചെയ്യും? ഇപ്പൊ കുളി നിർബന്ധമാകുന്ന നിലക്ക് ഒരാൾക്ക് സ്ഖലനമുണ്ടായോ എന്നതിനെപ്പറ്റി ഒരാണോ പെണ്ണോ സംശയിക്കുകയാണെങ്കിൽ, രാത്രിയിൽ ഇങ്ങനെ എന്തോ സ്വപ്നം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷേ പ്രഭാതത്തിൽ ലക്ഷണങ്ങളൊന്നും കാണാനില്ല, അല്ലെങ്കിൽ സ്വപ്നം കണ്ടതൊന്നും ഓർമ്മയിലില്ല,
വസ്ത്രത്തിൽ ലക്ഷണങ്ങൾ കാണുന്നുമുണ്ട്. എങ്കിൽ എന്താണ് മസല? കുളിക്കണോ വേണ്ടേ? ഇരുന്ന് സ്വാഭാവികമായി പലരും ചോദിക്കാൻ മടിക്കും. എന്നിട്ട് അങ്ങനെ തന്നെ ചിലപ്പോൾ കുളിക്കാതൊക്കെ ആ നിലക്കൊക്കെ നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ അവിടുത്തോട് ചോദിക്കപ്പെടുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയട്ടെ, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, അനിർ റജുലി, ഒരാളെ കുറിച്ച്, യജിദുൽ ബലല, അയാളുടെ വസ്ത്രത്തിൽ അയാൾ നനവ് കാണുന്നുണ്ട്, വലാ യദ്കുറു ഇഹ്തിലാമാ, പക്ഷേ സ്വപ്നത്തിൽ ഒന്നും സ്ഖലനം സംഭവിച്ചതായ അയാൾക്ക് ആ സ്വപ്നമൊന്നും അയാൾക്ക് ഓർമ്മയിലില്ല. പക്ഷേ വസ്ത്രത്തിൽ നനവ് കാണുന്നുണ്ട്, സ്വപ്നമൊന്നും കണ്ടത് അയാൾക്ക് ഓർമ്മയില്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്തസിൽ, കുളിക്കണം, കുളി നിർബന്ധമാണെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അനിർ റജുൽ, മറ്റൊരാളെ കുറിച്ച് ചോദ്യം വന്നു, യറാ അന്നഹു ഖദ് ഇഹ്തലമ, സ്വപ്നത്തിൽ അയാൾക്ക് അനുഭൂതിയൊക്കെ ഉണ്ടായതായിട്ട് അയാൾക്ക് ഓർമ്മയുണ്ട്, പക്ഷേ വലാ യജിദുൽ ബലൽ, അങ്ങനെ സ്വപ്നം കണ്ടു എന്നേ ഉള്ളൂ. പ്രഭാതത്തിൽ ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ വസ്ത്രത്തിൽ അതിന്റെ ലക്ഷണങ്ങളോ നനവോ ഒന്നും കാണാനില്ല. എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? എന്നാ ഓർമ്മയിൽ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ സംഭവിച്ചതായി അയാൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അടയാളങ്ങളൊന്നും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഗുസ്ല അലൈഹി, ലാ ഗുസ്ല അലൈഹി, അയാൾ കുളിക്കണ്ട, അയാൾ കുളിക്കണ്ട. സ്വപ്നത്തിൽ അനുഭൂതി ഉണ്ടായി, പക്ഷേ വസ്ത്രത്തിൽ അടയാളങ്ങളൊന്നുമില്ല, അയാൾ കുളിക്കേണ്ടതില്ല. അതേ അവസരത്തിൽ വസ്ത്രത്തിൽ അടയാളങ്ങളുണ്ട്, നനവുണ്ട്, സ്വപ്നത്തിലൊന്നും അനുഭൂതി ഉണ്ടായതായി ഓർക്കുന്നുമില്ല, എന്നാലോ അയാൾ കുളിക്കണം, കുളി നിർബന്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഇങ്ങനെ ഒരു സ്ത്രീക്കും അനുഭൂതി ഉണ്ടായാൽ അവൾ എന്ത് ചെയ്യണം? അവൾക്കും അലൈഹാ ഗുസ്ലുൻ, അവൾക്കും ഇതേ നിയമം തന്നെയാണോ പ്രവാചകരെ? അവൾക്കും കുളി നിർബന്ധമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, സ്ത്രീകളെന്ന് പറയുന്നത് പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകൾ തന്നെയല്ലേ, അവർക്കും വിധി ഇത് തന്നെയാണ്, അവർക്കും ഇത് തന്നെയാണ് വിധി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംശയത്തിനും നിവാരണം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് രണ്ട് കാരണങ്ങൾ. അതിങ്ങനെയാണ് കുളി നിർബന്ധമാകുന്ന അവസ്ഥ. പിന്നെ മറ്റൊന്ന് ഹൈലിൻ്റെയും നിഫാസിൻ്റെയും കാര്യങ്ങളിലൂടെയൊക്കെയാണ്. അത് അതിൻ്റെ രക്തം നിന്ന് കഴിഞ്ഞാലുള്ള കുളിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്താണ് ഈ കുളിയുടെ രൂപം? കുളിക്കുന്നതിൻ്റെ ഇസ്ലാമികമായ രൂപമെന്ത്? അതിനെക്കുറിച്ച് നമ്മൾ ആമുഖമായി അറിഞ്ഞിരിക്കേണ്ടത്, കുളി ശരിയായ നിലക്കുള്ള ഇസ്ലാമികമായ കുളിയാകണമെങ്കിൽ അതിന് നിർബന്ധമായും രണ്ട് സംഗതികളെ വേണ്ടു. ഒന്ന് നിയ്യത്താണ്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അത് നാവ് കൊണ്ട് പറയേണ്ടതല്ല. അത് ഉളൂഇനാവട്ടെ നിസ്കാരത്തിനാവട്ടെ ഒന്നിനും നിയ്യത്ത് നാവ് കൊണ്ട് പറയുന്ന സമ്പ്രദായം ഇല്ല. മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബു, നിയ്യത്തിന്റെ കേന്ദ്രം ഹൃദയമാണ്. അപ്പൊ ആ വ്യക്തി മനസ്സിൽ കരുതിയാൽ മതി, ഞാനിങ്ങനെ വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടി, ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുകയാണെന്ന് കരുതിയാൽ മതി. അതാണ് നിയ്യത്ത്. പിന്നെ എന്താ വേണ്ടു? ശരീരമാസകലം എല്ലായിടത്തും വെള്ളം ചേരുന്ന നിലക്ക് പരിപൂർണമായി ശരീരം മുഴുവൻ കഴുകുക. ഇത്രയും നിർബന്ധമായ സംഗതിയുള്ളൂ. ഇതുകൊണ്ട് തന്നെ കുളി എന്ന് പറയുന്ന ആ നിർബന്ധമായ ബാധ്യത അവസാനിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ പരിപൂർണമായ രൂപം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവിടുത്തെ ഭാര്യമാര് നമുക്ക് വിശദീകരിച്ച് തന്നത് നമ്മൾ മനസ്സിലാക്കി അതേപോലെ നമ്മൾ പിൻപറ്റുന്നതാണ് പരിപൂർണമായ നിലക്കുള്ള അതിൻ്റെ പുണ്യം നേടിയെടുക്കുവാൻ നമുക്ക് കാരണമായി തീരുന്നത്. ആദ്യം പറഞ്ഞ ഇതായാൽ തന്നെ ബാധ്യതയൊക്കെ വീടി, പക്ഷേ അത് പോരാ. നമ്മൾ അതിൻ്റെ പൂർണ്ണമായ നിലക്ക് അതിൻ്റെ മര്യാദകൾ പാലിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിൻ്റെ ആ തർത്തീബിൽ തന്നെ, ആ ക്രമത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയകമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഏറ്റവും അർഹർ നമ്മുടെ ഉമ്മമാര് തന്നെയാണല്ലോ. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയും മൈമൂന റളിയല്ലാഹു തആല അൻഹയും ഒക്കെ ഈ വിഷയത്തിലുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുളിയുടെ രൂപത്തെ സംബന്ധിച്ച് സംശയത്തിനിടയില്ലാത്ത നിലക്ക് നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അവര് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഗ്തസല മിനൽ ജനാബതി യബ്ദഉ ഫയഗ്സിലു യദൈഹി
ثم يفرغ بيمينه على شماله فيغسل فرجه ثم يتوضأ ثم يأخذ الماء فيدخل أصابعه في وصول الشعر ثم حفن على رأسه 3 حفنات ثم أفاض على سائر جسده ثم غسل رجليه മുത്തഫഖുൻ അലൈഹി. അഥവാ ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ശുദ്ധിയിൽ നിന്ന് ജനാബത്തിൽ നിന്ന് കുളിക്കുന്നതായാൽ അവിടുത്തെ തുടക്കം എങ്ങനെയാണ്? യബ്ദഉ ഫയഗ്സിലു യദൈഹി, അവിടുത്തെ 2 കൈകളും ആദ്യം ഒന്ന് കഴുകിക്കൊണ്ട് തുടങ്ങും. ഉപയോഗപ്പെടുത്തേണ്ടത് ഇടത് കൈയാണ്. വലത്തെ കൈകൊണ്ട് വെള്ളമൊഴിച്ച് ഇടത് കൈകൊണ്ട് അവിടുന്ന് ശുദ്ധീകരിക്കും. അത് കൃത്യമായി തന്നെ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ റിപ്പോർട്ടിൽ കാണാം. സുമ്മ ഫറഗ അലാ ഫർജിഹി ഫഗസലഹു ബിശിമാലിഹി, അവിടുത്തെ ഇടത് കൈ കൊണ്ടാണ് കഴുകിയത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്നത്തുകൾ തന്നെയാണ്. വലത്തെ കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ആ ഇടത്തെ കൈ കൊണ്ട് ലൈംഗിക അവയവത്തെ കഴുകുന്നു. അങ്ങനെ അത് പരിപൂർണമായി കഴുകി വൃത്തിയാക്കിയതിന്റെ ശേഷം എന്ന് മൈമൂന റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ കൈ കൊണ്ട് മണ്ണിലടിച്ചു. മണ്ണിലിങ്ങനെ തേച്ചു, മണ്ണ് കൊണ്ട് കൈ തടവി എന്നിങ്ങനെ മൈമൂന റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ടിൽ കാണുന്നു. ഇത് പണ്ഡിതന്മാര് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഹാദാ ഫീ ദാലിക സമൻ, അതാ കാലഘട്ടത്തിൽ അന്നത്തെ കുളിമുറികളൊക്കെ എന്ന് പറയുമ്പോൾ നിലത്തും മണ്ണാണ്. ഇന്ന് നമ്മുടെ സംവിധാനങ്ങളിലുള്ളതുപോലെ മൊസൈക്കിട്ടതോ അതല്ലെങ്കിൽ ടൈൽസ് പതിച്ചതോ ആയ സംവിധാനങ്ങളല്ല. അന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു മറച്ചിട്ടൊരു ഭാഗത്ത് മണലുണ്ടാവും അടിയിൽ. അപ്പൊ അതുകൊണ്ട് ആ കൈ ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് അവര് മണ്ണിൽ കൈയിട്ട് ഇതാക്കുന്നത്. അന്ന് മറ്റ് ഡിറ്റർജന്റുകൾ അതല്ലെങ്കിൽ നമ്മുടെ കൈകൾ ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ലാത്തൊരു കാലത്ത് അന്ന് അവർ കൈ കൊണ്ട് മണ്ണിലിട്ട് വരച്ചിട്ടൊന്ന് ശുദ്ധിയാക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കതിന് പകരം സോപ്പ് ഉപയോഗിക്കാം. അപ്പൊ കൈ കൊണ്ട് നമ്മുടെ ലൈംഗികാവയവം ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി അതിലുള്ള ഭാഗങ്ങൾ പോകും ഒന്നുകൂടി സോപ്പിട്ടൊക്കെ കഴുകി, അങ്ങനെ കൈ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി. കണ്ടോ, അതിന്റെ രൂപമാണ് പറയുന്നത്, അതിന്റെ കൃത്യമായ തർത്തീബ്. അതിന്റെ ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളൂ ചെയ്യും, പരിപൂർണമായ നിലക്കുള്ള ഒരു ഉളൂ. പിന്നീട് വെള്ളമെടുക്കുന്നു. തലയിലും താടിയിലും ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ആ കൈവിരലുകൾ മുടിയുടെ ഉള്ളിലേക്കൊക്കെ കടത്തിയിട്ട് അവിടേക്കൊക്കെ നനവെടുത്ത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലതു ഭാഗത്ത് കൂടെ ഒഴിക്കാം. നമ്മൾ ഷവറിന്റെ നേരെ ചോട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ വലതു ഭാഗം ഒന്ന് ഈ ഭാഗം കാണിച്ചു, അടി മുതൽ മുടി, പിന്നെ മുടി മുതൽ അടി വരെ കൃത്യമായി തന്നെ കഴുകി 3 തവണ. അതിന്റെ ശേഷം ഇടത് ഭാഗം കാണിക്കുന്നു. അത് ഒറ്റയടിക്ക് ഇങ്ങനെ കഴുകുന്നതിനേക്കാൾ ഇതിങ്ങനെ ആദ്യം വലത്തെ ഭാഗത്തിന് പിന്നെ ഇടത് ഭാഗത്തിന് ഒക്കെ ആ രൂപത്തിലുള്ള തർത്തീബുകൾ പാലിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ നിലക്കുള്ള കുളി. അങ്ങനെ അവിടുന്ന് ബോഡി മുഴുവനും വളരെ കൃത്യമായി വെള്ളം ഒഴുക്കി കഴുകി അവസാനം കാലും കഴുകി. അവസാനം കാലും കഴുകി. ചില റിപ്പോർട്ടുകളിൽ കാല് കഴുകാൻ സ്ഥലം മാറി എന്ന് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അവിടെ മണ്ണോ ചെളിയോ ഒക്കെ ഉള്ള സ്ഥലത്തിരുന്ന് കുളിച്ചപ്പോ അതിലുള്ള അഴുക്ക് മാറിയിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറുന്ന നേരത്ത് കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് കുളിച്ച സ്ഥലത്തിരുന്ന് മാറി നിന്ന് കഴുകിയതായിരിക്കാം എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതേ അവസരത്തിൽ ഇന്നത്തെ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ ബാത്ത് ടബുകൾ അതേപോലെയുള്ള വൃത്തിയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ മാറി നിന്നോളണം എന്നില്ല. അവിടെ വെച്ച് തന്നെ അവസാനമായി കാല് കഴുകുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുളിയുടെ രൂപം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വളരെ കൃത്യമായി എന്ത് ചെയ്യണം. ആദ്യം 2 കൈകളും 3 പ്രാവശ്യം കഴുകുന്നു. അതിന്റെ ശേഷം വലത്തെ കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് വെള്ളമൊഴിച്ച് ലൈംഗികാവയവത്തെ കൃത്യമായി തന്നെ വൃത്തിയാക്കുന്നു. അതിനുശേഷം ആ കൈ വീണ്ടും സോപ്പിട്ട് കഴുകുന്നു. തുടർന്നുകൊണ്ട് പരിപൂർണമായ നിലക്ക് വുദൂ ചെയ്യുന്നു. പിന്നെ തലയിലേക്ക് വെള്ളമെടുത്ത് അടിയിലും മുടിയിലും ഒക്കെ ആ കൈകൾ ചലിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും വെള്ളമെത്തിയെന്ന് നനവെത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു. അതിന്റെ ശേഷം എന്ത് ചെയ്യുന്നു? വലതുഭാഗവും ഇടതുഭാഗവും 3 പ്രാവശ്യമായി കൊണ്ട് അങ്ങനെ കഴുകി ശരീരം മുഴുവനും കഴുകി അവസാനം കാലുകൾ കഴുകി കുളി അവസാനിപ്പിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അശുദ്ധിയിൽ നിന്ന് ജനാബത്തിൽ നിന്ന് കുളിച്ചിട്ടുള്ള രൂപം എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഉമ്മമാര് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ മാതൃക പിൻപറ്റിയാൽ അതിലും നമുക്ക് പുണ്യമാണ്.
ഒരു കുളിയുടെ രൂപത്തിൽ. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഒരാൾ നേരെ ഷവറിന്റെ ചോട്ടിൽ പോയി നിന്നു, അതല്ലെങ്കിൽ വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്, അല്ലെങ്കിൽ കിണറ്റിന്റെ കരയിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്തു, വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി ഞാൻ കുളി എന്ന ഫർദിനെ കുളിക്കുന്നു എന്ന് മനസ്സിൽ അവൻ കരുതിക്കൊണ്ട് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി വെള്ളം ബോഡി മൊത്തം എല്ലായിടത്തും മുടി മുതൽ മുടി വരെ വെള്ളം ഒഴുക്കിയാൽ തന്നെ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി. അതതിൻ്റെ നിർബന്ധമായ ഘടകങ്ങളായി. അതേ അവസരത്തിൽ ഈ ക്രമങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ പാലിച്ചാലോ അതിന് നമുക്ക് പൂർണ്ണമായ പുണ്യം ലഭിക്കുന്നു. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചിരുന്ന മാതൃകയെ പിൻപറ്റിയ പുണ്യം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളും കുളിക്കേണ്ടത്. പുരുഷനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ നിയമം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഒന്നും നാട്ടിലുള്ള സ്ത്രീകളെ പോലെയല്ല, പലപ്പോഴും ചിലപ്പോൾ ഒരുപാട് മുടികളുള്ള, മെടഞ്ഞു വെച്ച് അത് അഴിച്ചിടാനൊക്കെ പ്രയാസമുള്ള, അങ്ങനെ കെട്ടിവെച്ച മുടികളൊക്കെ ഉള്ള സ്ത്രീകൾ. നമ്മുടെയൊക്കെ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കുളിക്കുമ്പോൾ മുടിയൊക്കെ അഴിച്ചിടാൻ അത് കാര്യമായ മുടിയൊന്നും ഉണ്ടാവില്ല. അത് അഴിച്ചിട്ട് തന്നെ എല്ലാവരും കുളിക്കുക, മുടിയൊക്കെ എല്ലാം അഴിച്ചിട്ട്. അതേ അവസരത്തിൽ ഒരുപാടുണ്ട് മെടഞ്ഞു വെച്ച് വളരെ കൃത്യമായി വളരെ കെട്ടുറപ്പോടുകൂടെ മെടഞ്ഞൊക്കെ ഇട്ടിട്ടുള്ള മുടി. അത് ചിലപ്പോൾ ഇങ്ങനെ കുളിക്കാൻ ഇങ്ങനെ മാറ്റി വെക്കേണ്ടതുണ്ടോ? എല്ലാം അതിൻ്റെ ഇഴകൾ ഓരോന്ന് പിരിച്ചിട്ട് അങ്ങനെ തന്നെ കുളിക്കേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സംശയമെത്തുകയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നിമ്രാത്തുൻ അശുദ്ദു ളഫറ റഅസി, ഞാൻ എൻ്റെ തലമുടി ഇങ്ങനെ മെടഞ്ഞു വല്ലാതെ മുറുക്കി കെട്ടിവെക്കുന്ന പെണ്ണാണ്. അഫഅൻഖുലുഹു ലിഗുസ്ലിൽ ജനാബ, ജനാബത്ത് കുളിക്കുമ്പോ ആ നിലക്കുള്ള സമയത്ത് ഞാനത് അഴിച്ചിടൽ നിർബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇല്ല, നിർബന്ധമില്ല. ഇന്നമാ യക്ഫീകി, നിനക്ക് മതിയാകുന്നതാണ്, അൻ തഹസിയ ലാ റഅസികി സലാസ ഹസയാത്തിൻ സുമ്മ തുഫീദീന അലൈകിൽ മാഇ ഫതതുഹരീൻ, നീ നിന്റെ തലയിൽ 3 കോരൽ വെള്ളമൊഴിച്ചാൽ തന്നെ മതി. 3 കോരൽ വെള്ളം നിന്റെ തലയിൽ ശരിക്കും മുടിയിൽ അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഓരോന്നും ഇങ്ങനെ ഇഴകേറി കെട്ടിവെച്ച് ഭദ്രമാക്കി വെച്ച ആ നിലക്കുള്ള ഉറപ്പോട് കെട്ടിവെച്ച് മുറുക്കി കെട്ടിയതാണെങ്കിൽ അത് അഴിക്കൽ നിർബന്ധമില്ല. സുമ്മത്തുഫീദീന അലൈകിൽ മാ, പിന്നീട് നീ വെള്ളം മൊത്തം ശരീരത്തിൽ ഒഴുകിക്കോ, ഫതതുഹരീൻ, നീ ശുദ്ധിയാകും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ അവർക്ക് അങ്ങനെ പ്രയാസം തോന്നുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ചില സഹാബിമാര് അഥവാ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹം ഒരിക്കൽ സ്ത്രീകളോട് അവർ കുളിക്കുമ്പോൾ അവരുടെ തലമുടിയുടെ കെട്ടഴിച്ചിട്ടേ പറ്റൂ എന്ന് നിർബന്ധം ചെലുത്തുന്ന വിവരം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കാതിലെത്തുകയാണ്. ഇങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇങ്ങനെ പറയുന്നുണ്ട് സ്ത്രീകളോട്, അടഞ്ഞിട്ട മുടിയാലും എന്ത് മുറുക്കി കെട്ടിയതാണെങ്കിലും അഴിച്ചേ പറ്റൂ, അങ്ങനെ തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്ന വിവരം ആയിഷ റളിയല്ലാഹു തആല അൻഹ കേട്ടപ്പോ മഹദിയുടെ പ്രതികരണം നോക്കൂ. യാ അജബാലി ഇബ്നു ഉമർ ലി ഇബ്നു അംർ, ഇബ്നു അംറിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ. പറഞ്ഞു ഹാദാ യഅ്മുറുൻ നിസാ ഇദഗ്തസൽനാ യൻഖുദന റൂസഹുന്ന, സ്ത്രീകൾ അവർ കുളിക്കുമ്പോൾ ഇങ്ങനെ മുടി കെട്ടഴിച്ചിടണം എന്നിങ്ങനെ ഓരോ ഇഴനാരിഴ കീറണം എന്നിങ്ങനെ അദ്ദേഹം കൽപ്പിക്കുന്നതായി കേൾക്കുന്നു. വല്ലാത്ത പുതുമ തോന്നുന്നു. അഫലാ യഅ്മുറുഹുന്ന അൻ യഹ്ലിഖ്ന റൂസഹുന്ന, ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു പെണ്ണുങ്ങൾ മുടി മൊട്ടടിക്കണം എന്നിട്ട് ഇവർ പറയോ, മുടി വടിക്കണം എന്നിട്ട് പറയോ ഇനിയെന്ന്. അത്രത്തോളം ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് മഹദി പറയാണ്, ലഖദ് കുൻതു അഗ്തസിലു അനാ വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദിൻ, ഞാനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ട്. വലാ സീദു വലാ നഫരിഗ അലാ റഅസി സലാസ ഇഫ്റാഗാത്ത്, 3 കോരൽ വെള്ളം എൻ്റെ തലയിൽ ഒഴിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ വർദ്ധിപ്പിക്കാറില്ലായിരുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞില്ലല്ലോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെ സംബന്ധിച്ച് പറയാം. എന്നാൽ പ്രയാസമൊന്നുമില്ല, അങ്ങനെ വിടർത്തിയിട്ട് മുഴുവൻ ഉള്ളിലേക്ക് എല്ലാ നിലക്കും അങ്ങനെ ആക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല. അപ്പം ആ വിഷയത്തിൽ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ
ഇസ്ലാമികമായി ആ ഒരു ഇളവ് ആ വിഷയത്തിൽ ഉണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, കുളി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നിസ്കരിച്ചുകൂടെ? ആ കുളിക്ക് പുറമെ വേറെ വുളൂ ആവശ്യമുണ്ടോ? അതും സ്വാഭാവികമായി ആളുകൾക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു സംശയമാണ്. ഈ രൂപത്തിൽ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി പരിപൂർണമായ നിലക്ക് ഇങ്ങനെ ഒരാൾ കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറൊരു വുളൂ എടുക്കണോ? പിന്നെ അയാൾ വേറൊരു വുളൂ എടുക്കേണ്ടതില്ല. കാരണം അയാൾ വുളൂ എടുത്തു, കുളിക്കാൻ വേണ്ടി തന്നെ വുളൂ എടുത്തു. അങ്ങനെ പരിപൂർണമായ നിലക്ക് വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടി അയാൾ കുളിച്ചതോടുകൂടെ തന്നെ വലിയത് ഉയരുമ്പോൾ ചെറിയത് ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. വലിയ ശുദ്ധി ഉയർന്നു, പിന്നെ പേര് ചെറിയ ശുദ്ധി ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞ് ആ നിലക്ക് കുളിച്ചിട്ടുള്ള പരിപൂർണമായ നിലക്ക് കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു വുളൂഇന്റെ ആവശ്യമില്ല. അതിൻ്റെ ഇടക്ക് വുളൂ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ, മുറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുതുക്കണം എന്നതല്ലാതെ, അതല്ലാത്ത പക്ഷം ആ കുളി കൊണ്ട് തന്നെ വേറെ ഒരു സ്പെഷ്യൽ ഇനിയൊരു വുളൂ എടുക്കാതെ തന്നെ അദ്ദേഹത്തിന് വുളൂഇൻ്റെതായ ആനുകൂല്യങ്ങൾ അഥവാ വുളൂ കൊണ്ട് നിർവഹിക്കാവുന്ന ഇസ്ലാമിലെ കാര്യങ്ങൾ കൃത്യമായി അയാൾക്ക് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുളിക്കും പകരമായി ഇസ്ലാം നിശ്ചയിച്ചത് വെള്ളത്തിൻ്റെ അഭാവത്തിലോ രോഗിയോ ഒക്കെ ആയാൽ കുളിക്കും പകരം നിശ്ചയിച്ചു തന്നത് വുളൂഇന് ചെയ്യും പോലെയുള്ള തയമ്മം തന്നെയാണ്. വുളൂഇന് ചെയ്യും പോലെയുള്ള തയമ്മം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ തയ്യിബാ ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും. നിങ്ങൾ രോഗികളാവുകയോ അതല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലായി, അതല്ലെങ്കിൽ നിങ്ങൾ മലവിസർജനത്തിൽ കഴിഞ്ഞു വന്നു, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായിട്ട് സമ്പർക്കം പുലർത്തി, എന്നിട്ട് ഫലം തജിദൂമാ ശുദ്ധിയാകാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഫതയമ്മമൂ സഈദൻ തയ്യിബാ, നിങ്ങൾ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലത്തെ ഉദ്ദേശിച്ചു കൊള്ളുക. അഥവാ ശുദ്ധിയായ ഭൂമിയുടെ ശുദ്ധമായ പ്രതലത്തിൽ നിങ്ങൾ കടിച്ചുകൊണ്ട് തയമ്മം ചെയ്യാം. ഏറ്റവും ഉത്തമം മണ്ണ് തന്നെയാണ്, സംശയമില്ല, മണ്ണ് തന്നെയാണ്. നബി സല്ലല്ലാഹു അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക, മുഖങ്ങളും കൈകളും തടവുക. അപ്പൊ കൈകൾ എന്ന് പറയുമ്പോൾ ഐദീക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ തയമ്മുമിൽ കൈകൾ തടവേണ്ടത് ഏതാണ്? വുളൂഇൽ നിങ്ങളുടെ കൈകൾ കഴുകുക എന്ന് പറഞ്ഞിടത്ത് ഏതുവരെയാണ്? കൈമുട്ടുവരെയാണ്. അതേ അവസരത്തിൽ തയമ്മുമിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅയ്ദീക്കും തന്നെയാണ്. വുളൂഇന്റെ കാര്യം പറഞ്ഞിടത്ത് പറഞ്ഞത് നിങ്ങളുടെ മുഖങ്ങളും കൈകളും നിങ്ങൾ കഴുകുക. തയമ്മുമിന്റെ വിഷയത്തിലും പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. അപ്പൊ അവിടെ വുളൂഇന്റെ ഐദിയക്കും എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കൈമുട്ട് വരെയാണ് കഴുകേണ്ടത് എന്ന് നമുക്കറിയാം. എന്താ കാരണം? ആ ആയത്ത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കാണിച്ചു കൊടുത്തപ്പോ മുട്ടുവരെയാണ് കഴുകിയത്. അതേ അവസരത്തിൽ തയമ്മുമിന്റെ ഐദിയക്കും എന്ന് പറഞ്ഞിടത്ത് കൈമുട്ടുവരെ തടവേണ്ടതുണ്ടോ? വേണ്ട, മുൻകൈ മാത്രം തടവിയാൽ മതി. അതെങ്ങനെ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ അതിന്റെ വിവരണമായി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മുൻകൈകൾ മാത്രം തടവിയാൽ മതി എന്നതാണ്. അതാണ് പരിശുദ്ധ ഖുർആനിനെ വിവരിക്കുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ നബിയേ, താങ്കൾക്ക് ഈ ഉത്ബോധനം നാം ഇറക്കി തന്നിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്താണെന്ന് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ സാധാരണ ആൾക്കാർ പറയുമെന്ത്? വുളൂഇന്റെ അവിടെ ഐദിയക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടുവരെ കഴുകണ്, തയമ്മുമിന്റെ അവിടെ എത്തിയപ്പോൾ എന്താ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒഴിവാക്കി ഇവിടെ മാത്രം തടവണത് എന്ന് ചോദിക്കാറുണ്ട്. കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ശരിയെന്നല്ലേ, എന്താ ഇവരിങ്ങനെ? അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിവരിച്ചു തരേണ്ടത്. അവിടുന്ന് സഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തപ്പോ വുളൂഇന്റെ കാര്യം പറഞ്ഞപ്പോ മിർഫഖ് വരെ അഥവാ മുട്ടുവരെ കഴുകാനാ പറഞ്ഞത്. തയമ്മുമിന്റെ വിഷയം വന്നപ്പോൾ മുട്ടുവരെ തടവാൻ പറഞ്ഞില്ല. അതേതാ സംഭവം? മഹാനായ അമ്മാർ ഇബ്നു യാസിർ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് വലിയ ശുദ്ധിയുണ്ടായി.
അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരാള് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെന്നറിയാത്ത ഒരു പ്രശ്നം വന്നപ്പോ എന്തുണ്ടായി? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് വേറൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്തു, മറ്റൊരാൾ വേറൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്തു. ചുരുക്കി പറയാൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു എന്ത് പറഞ്ഞു? എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ, ഇങ്ങനൊരു വിഷയം ഉണ്ടായി, എനിക്ക് കുളി നിർബന്ധമായി, പക്ഷേ ഉളു എടുക്കാൻ എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മണ്ണിൽ കിടന്നാണ്ട് ഉരുണ്ടു. മൃഗങ്ങൾ ഉരുളും പോലെ ഞാൻ മണ്ണിൽ കിടന്നാണ്ട് ഉരുണ്ടു. അദ്ദേഹം മഴക്കൂൽ അഥവാ അദ്ദേഹത്തിന്റെ യുക്തിയിൽ ഉരിച്ചത് അതാണ്. എന്താണ് അദ്ദേഹം ചിന്തിച്ചത്? ഉളൂവിന് പകരമായിട്ട് തയമ്മും ഇങ്ങനെയാണെങ്കിൽ കുളിക്കിന് പകരമായിട്ട് തയമ്മും ചെയ്യുമ്പോൾ ബോഡി മൊത്തം ഒരു പൊടിയാവണ്ടേ? അപ്പൊ ഒന്നിങ്ങനെ മണ്ണിൽ അദ്ദേഹം കിടന്നാണ്ട് ഉരുണ്ടു. എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് വിവരം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നമാ കാന യക്ഫീക്, നിനക്ക് മതിയാകുമായിരുന്നു, തീർച്ചയായും ഇത്ര മതി. എന്തേ വേണ്ടിയിരുന്നുള്ളൂ? അൻ തളരിബ യദൈകൽ അർള, നിന്റെ ഇരു കൈകൾ കൊണ്ടും നീ മണ്ണിലടിക്കുകയും നിലത്തടിക്കുകയും സുമ്മ തൻഫുഹു, അതിൽ പറ്റിപ്പിടിച്ച പൊടിയൊന്ന് ഊതുകയും, ആ പറ്റിപ്പിടിച്ച പൊടിയൊക്കെ ഒന്ന് ഊതിക്കളഞ്ഞിട്ട് സുമ്മ തംസഹു ബിഹിമാ, എന്നിട്ട് ആ രണ്ട് കൈകൾ കൊണ്ടും നീ തടവിയാൽ മതിയായിരുന്നു. വജ്ഹക, നിന്റെ മുഖവും, വകഫൈക, കണ്ടോ, വകഫൈക, കഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്നിട്ടാണ് മുൻകൈ, കഫ്. അപ്പൊ നിന്റെ രണ്ട് മുൻകൈകളും തടവിയാൽ മതിയായിരുന്നു. മണ്ണടിച്ചു, മുഖം തടവുന്നു, ഇങ്ങനെ രണ്ട് മുൻകൈകളും തടവിയാൽ മതി. ഏതിനാ പോയി പറഞ്ഞു കൊടുത്തത്? തയമ്മുമിന്റെ രീതി ഏതാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ കുളിക്കുള്ള പകരവും ഉളൂഇന് പകരവും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനും വെള്ളം കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ രോഗിയായി തീരുകയോ ഒക്കെ ചെയ്താൽ ഒരേ രൂപത്തിൽ തന്നെയാണ് തയമ്മും. കുളിക്ക് വേറൊരു തയമ്മും അതുപോലെ തന്നെ ഉളൂഇന് വേറൊരു തയമ്മുമിന്റെ രീതിയും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരാൾ തയമ്മും ചെയ്ത്, ഒരാൾ ഉളു എടുത്ത് തയമ്മും ചെയ്ത് നിസ്കരിച്ചിട്ട് അയാൾ വെള്ളം കണ്ടാൽ എന്താണ് വിധി? മഹാനായ ആധുനിക പണ്ഡിതനായ സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ഈ ചോദ്യം വന്നു. ഇദാ സല്ലർ റജുൽ, ഒരാൾ നിസ്കരിച്ചു സലാത്തുൽ ഫജ്ർ, സുബ്ഹി നിസ്കരിച്ചു, മുത്തയമ്മിമൻ, തയമ്മും ചെയ്തുകൊണ്ട്, ലിഅദമി വുജൂദിൽ മാ, വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് അയാൾ തയമ്മും ചെയ്തത്. വഹസല അലൽ മാഇ ബഅദ തുലൂഇ ശംസി, സൂര്യോദയമൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് വെള്ളം കിട്ടി. ഫഹൽ അലൈഹി ഇആദത്തുസ് സലാഹ്, അയാൾ ഞാൻ നിസ്കാരം മടക്കി നിസ്കരിക്കണോ? ഇതാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടത്. അദ്ദേഹം ഉത്തരം കൊടുത്തു, ഇദാ തയമ്മമ ഫിൽ വഖ്തി, സമയമായിട്ട് അയാൾ തയമ്മും ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ലിഅന്നഹു ലം യകുൻ ഇൻദഹു മാഉൻ, അദ്ദേഹത്തിന് അപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ടല്ലേ അദ്ദേഹം തയമ്മും ചെയ്തത്, കാരണം കൊണ്ടല്ലേ അദ്ദേഹം തയമ്മും ചെയ്തത്. ഫസലാത്തുഹു സഹീഹ, അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹാണ്. ഇനി വൈദാ വജദൽ മാഅ ബഅദ ദാലിക്, അതിന്റെ ശേഷം അദ്ദേഹത്തിന് വെള്ളം കിട്ടിയാൽ, വലൗ ഖബ്ല ഖുറൂജിൽ വഖ്തി, നിസ്കാരത്തിന്റെ സമയം തീരുന്നതിന്റെ മുമ്പ് കിട്ടിയാൽ പോലും, ഫഇന്നഹു ലാ യുഈദുസ് സ്വലാഹ്, അയാൾ നിസ്കാരം മടക്കേണ്ടതില്ല. കാരണം ലിഅന്ന സ്വലാത്തഹു അല്ലതി സ്വല്ലാഹാ, അയാൾ നിസ്കരിച്ച നിസ്കാരം തമ്മത്ത്, അത് പൂർത്തിയായിട്ടുണ്ട്, ബിത്വഹാറത്തിൻ ശർഇയ്യ, ശർഇയ്യായ നിലക്കുള്ള ശുദ്ധിയോടെ തന്നെയാണ് അയാൾ നിസ്കരിച്ചിട്ടുള്ളത്. ഖദ് അമറല്ലാഹു തആല ബിഹാ, അല്ലാഹു അദ്ദേഹത്തോട് കൽപ്പിച്ച പ്രകാരം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫലാ യുഈദുഹാ, അയാൾ അത് മടക്കേണ്ടതില്ല. എന്നാൽ ലൗ ഹദറൽ മാഉ ഖബ്ല ഇൻഖിലാഇ സ്വലാ, നിസ്കാരത്തിന് ഇങ്ങനെ ഒരുങ്ങണുള്ളൂ, പിന്നെ തയമ്മുമൊക്കെ പൂർത്തിയായിട്ടുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, അപ്പോഴാ ഒരാൾ വെള്ളം കൊണ്ടുവരുന്നത്, വെള്ളമില്ലാത്ത ഒരാൾക്ക് അപ്പോഴാ വെള്ളം കൊണ്ടുവരുന്നത് എങ്കിൽ ഫഇന്നഹാ തബ്തുൽ, ബാത്തിലായി, ആ തയമ്മും പോയി. അയാൾ എന്ത് ചെയ്യണം? ആ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചിട്ട് വേണം അയാൾ, വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് അങ്ങനെ അതുകൊണ്ട് ഉളൂ ചെയ്ത് നിസ്കരിക്കൽ അയാൾക്ക് നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കിട്ടിയ ഒരു ചോദ്യത്തിന് അദ്ദേഹം ഫത്വയായി നൽകിയത്. അതൊക്കെ നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതുപോലെ തന്നെ സഹോദരങ്ങളെ, കുളിയുടെ മസലകൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ? നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ? ഇസ്ലാമികമായി ഒരാൾ തൻ്റെ നഗ്നത
ഒരാൾ കാണുന്നിടത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്, സംശയമില്ല. തൻ്റെ നഗ്നത ഒരാൾക്ക് കാണാൻ പൊടിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നഗ്നത വെളിപ്പെടുത്താനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീർ, അല്ലാഹു ലജ്ജയുള്ളവനാണ്, അവൻ മറവ് സ്വീകരിക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ, അവൻ ലജ്ജ അവന് ഇഷ്ടമാണ്. വത്തസത്തുറ, മറ സ്വീകരിക്കലും. അതുകൊണ്ട് ഫൈദഗതസല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ കുളിക്കുകയാണെങ്കിൽ ഫൽയസ്തതിർ ബിശൈഇൻ, വല്ലതും കൊണ്ടവൻ മറ സ്വീകരിക്കട്ടെ. ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കുളിക്കാൻ പാടില്ല. പരസ്യമായിട്ട് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ അവൻ്റെ ഔറത്ത് വെളിവാക്കുന്ന നിലക്ക് അവൻ അങ്ങനെ കുളിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ഒരാളൊരു മറയിലാണ് കുളിക്കുന്നത്, ആ അവസരത്തിൽ അദ്ദേഹം ഒരു പ്രത്യേകമായി മുണ്ടുടുത്ത് കുളിക്കൽ നിർബന്ധമുണ്ടോ? അഥവാ അയാൾക്ക് പരിപൂർണമായി നഗ്നനായി, അയാളുടെ നമ്മളിപ്പോൾ ഇന്ന് സ്വാഭാവികം ഇന്ന് അങ്ങനെയാണല്ലോ, ഇന്ന് ഓരോരുത്തരും ഓരോരോ ടോയ്ലറ്റുകൾ ബാത്റൂമുകളിലാണ് കുളിക്കുന്നത്. അപ്പം അയാൾ ഉടുമുണ്ടോ വല്ലതും ഉടുക്കൽ അയാൾക്ക് നിർബന്ധമുണ്ടോ? എന്താണ് അതിൻ്റെ മസ്അല? അയാൾക്ക് നഗ്നനായി കുളിക്കുന്നത് തെറ്റാണോ? ആ വിഷയത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് തന്നെ എന്താണ്? ബാബു മൻ ഇഗ്തസല ഉരിയാനൻ വഹ്ദഹു ഫിൽ ഖൽവ വമൻ തസത്തറ ഫസ്സിത്റു അഫ്ളൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്താണ് ആ ഹെഡിങ്ങിന്റെ അർത്ഥം? മൻ ഇഗ്തസല, കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഉരിയാനൻ, നഗ്നനായിട്ട്, ഒന്നുമില്ല. വഹ്ദഹു, അയാൾ ഒറ്റക്കാണ്. ഫിൽ ഖൽവ, ആരുമില്ല. ഖൽവത്തിൽ ഒറ്റയ്ക്ക് അദ്ദേഹം ഒരാൾ നഗ്നനായി കുളിക്കുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ലാന്ന്, അത് തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ ഒരാൾ ഒരു മുണ്ട് മറ സ്വീകരിക്കുന്നുവെങ്കിൽ ഉടുക്കുന്നുവെങ്കിൽ അങ്ങനെ സ്വീകരിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം. തെറ്റൊന്നുമില്ല. ഒരാൾ നഗ്നനായി കുളിച്ചാൽ ഒരു ഉത്തമത്തിനെതിരെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ മേൽ എന്തില്ല? തെറ്റോ കുറ്റമോ ഒന്നും ഇല്ല. ഉത്തമമാണ് എന്നുള്ളതിനുള്ള തെളിവെന്താ? മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഔറാത്തുന, ഞങ്ങളുടെ ഔറത്തുകൾ, നഗ്നഭാഗങ്ങൾ, മാ നഅതി മിൻഹാ വമാ നദർ, എന്തൊക്കെ ഞങ്ങൾ സൂക്ഷിക്കണം, എന്തൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം, ഏതിലൊക്കെ ഞങ്ങൾ അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഹ്ഫദ് ഔറതക്, നിന്റെ നഗ്നതയെ നീ സൂക്ഷിക്കണം. ഇല്ലാ മിൻ സൗജിക ഔ മാ മലക്കത് യമീനുക്, നിന്റെ ഇണയിൽ നിന്ന് ഒഴികെ എല്ലാവരിൽ നിന്നും നിന്റെ നഗ്നത നീ മറക്കണം. ഇണയുടെ മുമ്പിൽ നിനക്കത് പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ സഹാബിയുടെ ചോദ്യം വീണ്ടും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഹദുനാ ഇദാ കാന ഖാലിയൻ, ഒറ്റക്കാണെങ്കിലോ, വേറെ ആരുമില്ല, ഒറ്റക്കൊരിടത്താണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു, അല്ലാഹു അഹഖു അൻ നസ്തഹി മിൻഹു മിനൻ നാസ്, അള്ളാഹിൻ്റെ കാര്യത്തിൽ നീ ലജ്ജിക്കലാണ് നല്ലത്. ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കൽ തന്നെയാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഖാലൽ ഉലമാ, ഇവയെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തി ചർച്ച ചെയ്ത ഉലമാ, പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, والتستر بمئزر ونحوه في حال الاغتسال في الخلوة أفضل من التكشف. പൂർണ്ണ നഗ്നനായി നീ കുളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമം എന്ന് തന്നെയാണ് ഒരരയുടുപ്പൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ കുളിക്കൽ തന്നെയാണ് നല്ലത്. എന്നാൽ കുളിയുടെ അവസരത്തിൽ നിനക്ക് നഗ്നനായി കുളിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു കുറ്റമല്ല, അങ്ങനെ ചെയ്യാം. എന്നാൽ ഇങ്ങനെ മറച്ചുകൊണ്ട് കുളിക്കലാണ് ഉത്തമം എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അനുവദനീയമായൊരു സംഗതിയാണ്. അതിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സഹോദരന്മാരെ, ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഒന്ന്, സമൂഹത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വയംഭോഗത്തെ സംബന്ധിച്ച് അതൊരു നിസ്സാര സംഗതിയായിട്ട് കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരാൾ തൻ്റെ തന്നെ കൈകൾ ഉപയോഗപ്പെടുത്തിയിട്ടോ മറ്റേതെങ്കിലും ഉപകരണങ്ങളുടെയോ വസ്തുക്കളുടെയോ സഹായത്താലോ ഒക്കെ തൻ്റെതായ ലൈംഗികമായ വികാരത്തെ ശമിപ്പിക്കുന്നതിനാണല്ലോ സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വയം ഒരാളത് ചെയ്യുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. അതേ അവസരത്തിൽ തനിക്ക് ഹലാലായ തൻ്റെ ഇണയുടെ മുഖേന, തൻ്റെ ഇണ മുഖേനയാണ് തൻ്റെ വൈകാരികമായ ഉത്തേജനം സാധ്യമാകുന്നതെങ്കിൽ അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ബാഹ്യമായ കേളികളിലേ ഉൾപ്പെടുന്നുള്ളൂ. അത് ഹറാമായ സ്വയംഭോഗത്തിൽ
ഉൾപ്പെടുന്നില്ല. ഇത് കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളുടെ ഗുണം പറഞ്ഞിടത്ത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ കുറേ ഗുണങ്ങൾ പറയണം, മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, മആരിജിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് അനുവദിക്കപ്പെട്ടവരിലല്ലാതെ അവരത് ഉപയോഗപ്പെടുത്തുകയില്ല. അവർക്ക് അനുവദിക്കപ്പെട്ട വിഹിതമായ മാർഗത്തിലൂടെ മാത്രമേ അവരുടെ ലൈംഗികമായ മോഹങ്ങളെ അവർ ശമിപ്പിക്കുകയുള്ളൂ. അല്ലാത്തതിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കും. ഫഇന്നഹും ഗൈറു മലൂമീൻ. അങ്ങനെയുള്ള ആ പ്രവൃത്തി, ആ സൂക്ഷ്മത അവർ കാണിക്കുന്നത് കൊണ്ട് അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല. അതേ അവസരത്തിൽ ഫമൻ ഇബ്തഗാ, ആരെങ്കിലും തേടിയാൽ, ആഗ്രഹിച്ചാൽ, വറാഅ ദാലിക, ഈ വിഹിതമായ മാർഗം വിട്ടുകൊണ്ടുള്ള ഏത് മാർഗം ഒരാൾ സ്വീകരിച്ചാലും ഫഉലൈക ഹുമുൽ ആദൂൻ, അക്കൂട്ടർ തന്നെയാണ് അതിരുകവിഞ്ഞവർ. അത് അതിരുകവിച്ചലാണ്. വിഹിതമായ മാർഗം വിട്ടുകൊണ്ടുള്ള ഏത് അവിഹിത മാർഗങ്ങളും അതിര് വിട്ടത് തന്നെയാണ്. അതുകൊണ്ട് വിവാഹം സാധിക്കാത്ത ആളുകളോട് പോലും നിങ്ങൾ സ്വയംഭോഗത്തിലൂടെ ആശ്വാസം കണ്ടെത്തിക്കോളൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവരോട് പറഞ്ഞതെന്താണ്? അവർ കാത്തു നിൽക്കട്ടെ എന്നാണ്. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമായി ഒട്ടുമില്ല. അങ്ങനെയുള്ളവരോട് എന്താ പറഞ്ഞത്? നിങ്ങളെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വൽയസ്തഅഫിഫ്, പരിശുദ്ധി പാലിക്കട്ടെ, അവരുടെ ആ ശുദ്ധി അവർ നിലനിർത്തട്ടെ. ആര്? അല്ലദീന ലാ യജിദൂന നികാഹൻ, വിവാഹത്തിന് സാധ്യമാകാത്തവരോടും പറഞ്ഞത് അവര് പരിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കട്ടെ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ, അവർക്ക് കഴിവെത്തുന്നത് വരെ അവർ ആത്മസംയമനം പാലിക്കുകയാണ് വേണ്ടത്. എന്നാലും ഈ ബാഹ്യമായ പ്രവൃത്തികളിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഹറാമാണ്. നമ്മുടെ സമൂഹം അതൊന്നും മനസ്സിലാക്കിയിട്ട് സമൂഹം പറയുന്നത് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല എന്നുള്ള നിലക്ക് സമൂഹത്തിൽ പ്രചാരം നേടി വരികയാണ്. അതൊന്നും ഒരു ഹറാമല്ല എന്നിടത്തേക്കാണ് ആളുകളുടെ ചിന്തകളും സംസാരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പാടില്ല എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ, നല്ല യുവാക്കളായിരിക്കാൻ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഏതാണ്ടൊക്കെ ഫുഖറാ ആണ്, ദരിദ്രന്മാരാണ്, കഴിവൊന്നുമില്ല, ഒരു മഹർ കൊടുക്കാനോ ഒന്നിനും കഴിവൊന്നുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അനുഭവം പറയണം. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറയാണ്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസരി വഅഹ്സനു ലിൽഫർജി വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. ബുഖാരി മുസ്ലിം എന്നിവരുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം റസൂൽ വിളിക്കണോ, യുവാക്കളെ, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾ ഈ വിവാഹത്തിന് സാധ്യതയുള്ള ആളുകൾ, അതിന് കഴിവുള്ള ആളുകളൊക്കെ ഫല്യതസവ്വജ്, വിവാഹം കഴിക്കട്ടെ, വൈകണ്ട വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു, അതാണ് അഗദ്ദു ലിൽ ബസർ, ഒരു പുരുഷന്, ഒരാൾക്ക് അയാളുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത്, ദൃഷ്ടികൾ താഴ്ത്താൻ ഏറ്റവും നല്ലത് വേഗം വിവാഹം കഴിക്കലാണ്. വഅഹ്സനു ലിൽ ഫർജി, തന്റെ ലൈംഗികാവയവത്തിന്റെ പരിശുദ്ധി നിലനിർത്താനും വേഗം വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. വമൻ ലം യസ്തതി, ഒരാൾക്കതിന് സാധ്യമല്ലെങ്കിൽ മറ്റു ബാഹ്യ പ്രവർത്തനങ്ങളിലേക്ക് പൊയ്ക്കോളൂ എന്ന് അവിടെയും അല്ലാഹുവിന്റെ റസൂൽ ഇളവ് തന്നിട്ടില്ല. അവിടെ എന്താ പറഞ്ഞത്? വമൻ ലം യസ്തതി, സാധ്യമാകുന്നില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അയാൾ നോമ്പെടുക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അയാൾക്കുള്ള പരിചയാണ്. തെറ്റുകളില്ലെന്ന്, ദുഷിച്ച ചിന്തകളില്ലെന്ന് അയാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു മാർഗമാണത്. ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവസമൂഹത്തോട് പറയാം. പക്ഷേ ഇതൊക്കെയാണ് ഇത്ര ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിലും
വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഇതിങ്ങനെ പ്രചരിക്കാൻ എന്താ കാരണം? ഒന്ന്, ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ്. മനുഷ്യ മനസ്സിൽ ശക്തമായ ഈമാനിലൂടെയും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കിക്കൊണ്ടും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുമുള്ള ഒരു തീവ്രമായ ശ്രമത്തിലൂടെ മാത്രമേ ലൈംഗിക വികാരത്തെ അവിഹിത മാർഗങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കമ്മിയാകുന്നിടത്ത് ഇത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മാർഗം എന്താണ്? റബ്ബിനെക്കുറിച്ചുള്ള പേടി അത് മനസ്സിൽ നിലനിർത്തുകയും ആ ഒരു ദൃഢമായ വിശ്വാസം നിലനിർത്തുകയും മാത്രമാണ് വഴി. മറ്റൊരു കാരണമായിട്ടുണ്ടായാലെന്താണ്? വിവാഹം വൈകിപ്പിക്കുകയാണ് പല ചെറുപ്പക്കാരും. കാരണങ്ങൾ പലത് പറഞ്ഞുകൊണ്ട് വിവാഹത്തെ വൈകിപ്പിക്കുകയാണ്. ശർഈയായ അള്ളാഹു നിർണയിച്ച കൃത്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ വിവാഹം വൈകിപ്പിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടല്ല യുവസമൂഹത്തോട് പറഞ്ഞത്, വിവാഹത്തിനുള്ള പ്രായം എത്തിക്കഴിഞ്ഞതിന്, നിങ്ങൾക്ക് ശേഷി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വിവാഹം കഴിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് കുറേ ഇങ്ങനെ നീട്ടിടും. നമ്മളെ സമൂഹത്തിൽ പറയും പെങ്ങൾ അത് കഴിഞ്ഞിട്ടില്ല, അവിടെ പെങ്ങളുണ്ട്, മറ്റേതൊക്കെ പറയും, ഇങ്ങനെ നീട്ടിടും. പിന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ തെറ്റുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യനല്ലേ, മാനുഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകൂലേ? അപ്പോൾ വിവാഹം എത്രയും നേരത്തെ നടത്തണം എന്നാണ് ഇസ്ലാം പറയുന്നത്. വൈകിപ്പിക്കരുത്, കാരണങ്ങളില്ലാതെ വൈകിപ്പിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കാരണങ്ങളല്ല, അതിന് ശർഈ അനുവദിക്കുന്ന കാരണങ്ങളാണ്. ശർഈ അനുവദിക്കുന്ന കാരണങ്ങളാണ്. അങ്ങനെ വൈകിപ്പിക്കുന്നത് മുഖേന ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ദൃഷ്ടി നിയന്ത്രിക്കാൻ സാധിക്കായ്മയാണ് മറ്റൊരു ഈ തിന്മ വ്യാപകമാകാനുണ്ടായ മറ്റൊരു കാരണങ്ങൾ. കാരണം മനുഷ്യന്മാർ അവൻ്റെ ലൈംഗികമായ വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത് സ്ക്രീനിലൂടെ. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചിത്രങ്ങളിലേക്കാണ് സചിത്ര വാരികകളിലൂടെ, ടാബ്ലോയിഡുകളിലൂടെ, അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയൊക്കെ അവൻ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ചിത്രങ്ങളാണ്. അവൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ ലൈംഗികമായ തൃഷ്ണയെ ഉത്തേജിപ്പിക്കുന്ന നിലക്കുള്ള കഥകളാണ്, നോവലുകളാണ്. അത്തരത്തിലുള്ള സംസാരങ്ങൾക്കാണ് അവൻ കാതോർക്കുന്നത്. ഇന്നത്തെയൊക്കെ യുഗത്തിൽ പ്രത്യേകിച്ചും വൃത്തികെട്ട വാചകങ്ങൾ മാത്രം പറയാനും അത് കേൾക്കാനും മാത്രമുള്ള സൈറ്റുകൾ, ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും തുറന്നു കിടപ്പുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അവനിൽ ഉണരുന്ന ഈ വൈകാരികമായ അവന്റെ ചിന്തകളെ അടക്കാൻ പിന്നെ അവൻ വ്യഭിചാരത്തിലേക്കോ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിലേക്കോ നീങ്ങും. അതിന്ന് ഈ സമൂഹത്തിൽ ഗൗരവത്തോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഔറത്തുകൾ പ്രകടമാക്കിക്കൊണ്ട് സ്ത്രീകൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് പോകുന്നു. അത്തരം സ്ഥലങ്ങളിലേക്ക് ആവശ്യങ്ങൾക്കല്ലാതെ പല സ്ഥലങ്ങളും അങ്ങനെയുണ്ടാകും. അത്തരം സ്ഥലങ്ങളിൽ പോയാൽ തനിക്ക് തൻ്റെ ഈമാനിന് കോട്ടം സംഭവിക്കുന്നിടത്ത് നിന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അത്തരം സ്ഥലങ്ങളിൽ പോയി ഉടനെ തിരിച്ചു പോരുക എന്നതല്ലാതെ അത്തരത്തിലുള്ള സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങളും നടത്തങ്ങളും ധാരാളമായി കണ്ടുവരുന്ന വേദികളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകാതെ ഒരു വിശ്വാസി പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. കാരണം അത് അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തെ താളം തെറ്റിക്കും. അങ്ങനെ അവനിൽ ദുഷിച്ച ചിന്തകൾ ഉണരും. വഴികൾ കാണാതാകുമ്പോൾ അവൻ മറ്റു സംവിധാനങ്ങളിലേക്ക് തിരിയും. അതൊക്കെ ഇത് സമൂഹത്തിൽ നിന്ന് വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട്. വേറൊരു കാരണമായി തീർന്നത് എന്താണ്? ചില ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളുണ്ട്, വെറും പൈശാചികവാദത്തിൻ്റെ ആളുകൾ. ഫ്രോയിഡൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഫ്രോയിഡൊക്കെ വലിയ ലൈംഗിക ശാസ്ത്രജ്ഞനായിട്ടാണ് അറിയപ്പെടുന്നത്. അയാളൊക്കെ സമൂഹത്തോട് പറഞ്ഞു, ഇതിലൊന്നും ഒരു തകരാറില്ല, ഇതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്, സ്വയംഭോഗമോ ചെയ്തോളൂ. അവരെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം മാത്രമല്ല, സ്വവർഗരതി അതൊക്കെ അവരൊക്കെ സമൂഹത്തിനോട് ചെയ്തോളാൻ പറഞ്ഞവരാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നതാണ് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി. അവരൊക്കെ ബുദ്ധിജീവികളാണ്. ആ ബുദ്ധിജീവികളുടെയൊക്കെ ചില പൈശാചികമായ വാദങ്ങളിലേക്ക് കാതുകൊടുത്ത് അതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ അംഗീകാരം ഇതിനൊക്കെയുണ്ട് എന്ന പേരിൽ ഇതൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് സ്വവർഗരതി എന്ന് പറയുന്ന സമ്പ്രദായവും. ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ, ഒരേ ലിംഗത്തിൽപ്പെട്ടവരോട് ലൈംഗികമായ അഭിനിവേശം തോന്നുകയും ഒരേ ലിംഗത്തിൽപ്പെട്ടവരുമായി ലൈംഗികമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തി. ആൺ സ്വവർഗരതി എന്നുള്ളതിന് സഡോമിസം എന്ന് പറയുന്നുവെങ്കിൽ പെൺ സ്വവർഗരതിക്കെന്ന് പ്രയോഗിക്കുന്നത് ലെസ്ബിയനിസം എന്നാണ്. ആണുങ്ങൾക്കിടയിലും പെണ്ണുങ്ങൾക്കിടയിലും അതുണ്ട്. ഒരു സമൂഹത്തെ തകിടം മറിക്കുവാൻ, കീഴ്മേൽ മറിക്കുവാൻ മാത്രം ശക്തമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പാക്കിയ കാര്യമാണെന്ന് നമുക്കറിയാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയുക്തമാകുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അതഅതൂനൽ ഫാഹിശത
മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകത്തൊരാളും നിങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടില്ലാത്ത മ്ലേച്ഛമായ പണിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഇന്നക്കും ലതഅതൂന റിജാല ശഹവതം മിൻ ദൂനിൻ നിസാ. അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതി ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ്. പക്ഷേ ആ പ്രകൃതിക്ക് മാറ്റം വരുത്തിയിട്ട് നിങ്ങളതാ കാമനിവാരണത്തിന് വേണ്ടി ശമിപ്പിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് ബദലായി കൊണ്ട് നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുന്നു. നിങ്ങൾ അതിരുകവിഞ്ഞ ജനത തന്നെ. വിശദീകരിക്കേണ്ടതില്ല. ആ നാടിനെ മുഴുവൻ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ട് ശക്തമായ നിലക്കുള്ള കല്ല് മഴയും പെയ്യിപ്പിച്ച് ആ നാടിനെ ശക്തമായി ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഒരു ഉണർത്തും, അവരെ ഗുണപാഠവും എന്ന നിലക്ക് ഇന്നും മനുഷ്യന്റെ മനസ്സിൽ ഭീതിയോടുകൂടെ മാത്രം ഓർക്കാവുന്ന ഒരു പ്രദേശമായി അള്ളാഹു തആല മാറ്റി. എന്താ കാരണം? സ്വവർഗരതി. ആണും ആണ്. ഇന്നിപ്പോൾ അതൊന്നൊരു വിഷയമല്ല. സ്വവർഗരതിക്കാർക്ക് സംഘടനയുണ്ട്. ആണും ആണും തമ്മിൽ കുടുംബങ്ങളായി ജീവിക്കുന്നു. എങ്ങനെ? ഭാര്യയും ഭർത്താവും പോലെ അവർ ജീവിക്കുകയാണ്. പെണ്ണും പെണ്ണും തമ്മിൽ ഞാൻ കഴിഞ്ഞ് സ്വാതന്ത്ര്യം തരണമെന്ന് തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നു. നമ്മുടെ കേരളത്തിൽ വരെ പെണ്ണുങ്ങൾ പറയണേ എനിക്ക് എൻ്റെ കൂട്ടുകാരിയും ഒത്താ ജീവിതം വേണ്ടത്, ആണിന് ആണാവ് വേണ്ടത്. ഈ രൂപത്തിലുള്ള പൈശാചികമായ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽഊനുൻ മൻ അമില ബിഅമലി ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ ജനത സ്വീകരിച്ച ആ വൃത്തികെട്ട പണി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഇസ്ലാം അതിന്റെ ശിക്ഷ പറഞ്ഞൊരു നോക്കൂ. മൻ വജത്തുമൂഹു, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടെത്തിയാൽ, ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്യുന്നത് കണ്ടെത്തിയാൽ, ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ഇസ്ലാമിക കോടതിയോട് അല്ലാഹു തആലയുടെ കൽപ്പന എന്താണ്? അത് ചെയ്യുന്നവനെയും അത് രണ്ടാളെയും കൊന്നുകളയണം എന്നാണ്. കൊല്ലാനാണ് ഓർഡർ. അത് ഇസ്ലാമികമായ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ കോടതിക്ക് അതിന് അനുവാദമുള്ളൂ. അത് ഇതിൽ മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ പറയുമ്പോഴും ആർക്കും നിയമം കയ്യിലെടുക്കാൻ അധികാരമല്ല. കട്ടവൻ്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ മുതൽ കെട്ടവനെ പിടിച്ചോടുന്ന കൈ കൊത്താൻ പറ്റുമോ? ഒരാൾ വ്യഭിചരിച്ചു എന്നെല്ലാവരും കണ്ടു ഉറപ്പായി അവനെ എറിഞ്ഞു കൊല്ലാൻ പറ്റുമോ? അതൊന്നും പൗരന്മാർക്ക് കയ്യിലെടുക്കാവുന്ന നിയമങ്ങളല്ല. അതും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിൻ്റെ ഖലീഫക്ക്, അവിടുത്തെ ഭരണാധികാരിയോടാണ് ഇസ്ലാമിൻ്റെ ആ കൽപ്പന. അവിടുത്തെ പൗരന്മാർ കയ്യിലെടുക്കേണ്ട നിയമങ്ങളല്ല. അത് നമ്മൾ കൂട്ടത്തിൽ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇസ്ലാം എല്ലാ രൂപത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളെയും നിരോധിച്ചിരിക്കുകയാണ്. അതേ അവസരത്തിൽ വിഹിതമായ മാർഗങ്ങൾ ചെയ്തോളൂ, അത് പുണ്യകരമാണെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെയും സജീവ ശ്രദ്ധയിലുണ്ടാകണം. നാം മനസ്സിലാക്കണം, ഇസ്ലാമികമായ എല്ലാ രംഗത്തേക്കും, ഏതേത് രംഗവും ഇസ്ലാം, ഒരു മേഖലയും ഇസ്ലാം നിയമം പറയാതെ പോയിട്ടില്ല. വളരെ കൃത്യമാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊരിടത്ത് നിന്ന് ഒന്നും സ്വീകരിക്കാൻ ആവശ്യമില്ലാത്തത്ര ഭദ്രവും സുശക്തവും സമ്പൂർണവുമാണ് അള്ളാഹുവിൻ്റെ ദീൻ. ഇസ്ലാമിക ശരീഅത്തിൻ്റെ മഹത്മ്യവും പ്രത്യേകതയുമാണത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ വക്താക്കളാവണം, അതിൻ്റെ പ്രചാരകരാവണം, അതിൻ്റെ പ്രബോധകരാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്തും അന്തസ്സും അള്ളാഹു എന്നെന്നും എല്ലാ അർത്ഥത്തിലും ഉയർത്തുമാറാകട്ടെ. ഈ സമുദായത്തെ നശിപ്പിക്കുവാൻ ഒരുങ്ങിത്തിരിച്ചിട്ടുള്ള എല്ലാ ദുശക്തികൾക്കിടയിലുമുള്ള ഐക്യത്തെ അള്ളാഹു തകർക്കുമാറാകട്ടെ. അവരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.